KPCC പുനഃസംഘടനയിലെ അതൃപ്തിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് ക്ഷോഭിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതേസമയം പോർമുഖം തുറന്ന് കെ മുരളീധരനും രംഗത്തെത്തി. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ മുരളീധരൻ പങ്കെടുക്കില്ല. ജാഥ ക്യാപ്റ്റൻ തന്നെ വിട്ടുനിൽക്കുന്നത് അസാധാരണമാണ്. മുരളീധരന്റെ പ്രതിനിധിയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചാണ്ടി ഉമ്മനും ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. KPCCയുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ചാണ്ടി ഉമ്മൻ എക്സിറ്റായി. വിവരങ്ങളുമായി ദിസ്ന സുരേഷും ഗോകുൽ രമേശും ചേരുന്നു. ആദ്യം ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, KPCC ഭാരവാഹികളുടെ ജംബോ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. അതേ ചൊല്ലിയാണ് ഇപ്പോൾ അടിമുറുകുന്നത്. തർക്കം രൂക്ഷമായിരിക്കുന്നു. വി ഡി സതീശന്റെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? ഗോകുൽ. നമ്പ്യാർ, അതായത് ഈ ജംബോ കമ്മിറ്റി അല്ലെങ്കിൽ KPCC പുനഃസംഘടന സംബന്ധിച്ച് വലിയ ഭിന്നതയിലേക്ക് KPCC നീങ്ങുകയാണ്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നത പുകയുകയാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് ചെങ്ങന്നൂരിൽ നിന്നും കെ മുരളീധരൻ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് മടങ്ങി. ഇന്ന് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനം ഒരു വിശ്വാസി സംഗമമായിട്ട് പന്തളത്ത് നടക്കാനായിട്ട് പോവുകയാണ്. ആ സംഗമത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കില്ല. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ KPCC പുനഃസംഘടനയിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഒരു കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും അതിന്റെ അലയൊലികൾ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പടരുകയാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ട അയിരൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ KPCC പുനഃസംഘടനയിലെ അനൈക്യം സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക്, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ മറുപടി. അതായത് ഇതിനെപ്പറ്റി തനിക്കൊന്നും പറയാനില്ല, വേറൊന്നും ചോദിക്കാനില്ല എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി ഇതിനെപ്പറ്റി തനിക്കൊന്നും പറയാനില്ല, തൊഴാൻ വേണ്ടി പോയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇതൊരു അനൈക്യത്തിന്റെയോ ഭിന്നതയുടെയോ ഒരു അംശം പോലും ഇതിനകത്ത് ഇല്ല. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യത്തിന് പോയതാണ് എന്ന് വി ഡി സതീശൻ ആവർത്തിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെ വളരെ ക്ഷുഭിതനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും മറുപടിയില്ല എന്നുള്ള രീതിയിൽ ഇനി ഈ കാര്യത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നും അദ്ദേഹം മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രയധികം ക്ഷുഭിതനായിട്ട് പ്രതിപക്ഷ നേതാവിനെ ഇതിനു മുമ്പ് ഒരു വേദിയിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കാരണം ഇത് സൂചിപ്പിക്കുന്നത് KPCCക്കുള്ളിൽ അത്രമാത്രം അതൃപ്തി, അസംതൃപ്തി, അനൈക്യമൊക്കെ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. എന്തായാലും മുതിർന്ന നേതാവായിട്ടുള്ള PJ കുര്യനും ഈ പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. PJ കുര്യന്റെ ഭാഗത്ത് നിന്നും നമ്മൾ പ്രതികരണം തേടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഇത്തരത്തിൽ സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിന് പോയതാണ്. ഇതിൽ അനൈക്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല. ചാണ്ടിയുമ്മൻ അടക്കം ആ കാര്യത്തിൽ കുറച്ചുകൂടി ഈ രീതിയിലുള്ള സഭ്യത പുലർത്തണം, അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് PJ കുര്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഈ സംഭവം വലിയ അനൈക്യത്തിന് കാരണമായി മാറിയിട്ടുണ്ട്, ഭിന്നതയ്ക്ക് കാരണമായി മാറിയിട്ടുണ്ട്.